വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഓണക്കാലം സീരീസിലെ എപ്പിസോഡ് 11ലേക്ക് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല നാടൻ രുചിയുള്ള പുളിയും മധുരവും എരിവും ഒക്കെ ഒരുമിച്ച് കിട്ടുന്ന നമ്മുടെ സ്വന്തം ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി ഇഷ്ടമുള്ളവർക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടാകും. ഇഞ്ചി വറുത്തിട്ടുള്ള ആ ഇഞ്ചിയുടെ ഫ്ലേവറും അതേപോലെ പുളിയും പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് നമ്മൾ ചേർക്കുന്ന ശർക്കരയും പിന്നെ ബാക്കി നമ്മുടെ മസാലകളുടെയൊക്കെ ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം കൂടി കിട്ടുന്ന ഒരു പ്രത്യേക ഒരു കോംബോയാണ് നമ്മുടെ ഒരു ഇഞ്ചിപ്പുളി. സദ്യയിൽ നമ്മൾ ഒരുപാട് കറികൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ അവസാനം ഇഞ്ചിപ്പുളി കൂടി കുറച്ച് നമ്മുടെ ആ നാവിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അത് ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഇനി ഇഞ്ചിപ്പുളിക്ക് നമ്മൾ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേഗം ഇഞ്ചിപ്പുളി തയ്യാറാക്കിയാലോ. ഇഞ്ചിപ്പുളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി. ഞങ്ങളുടെ 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പരിവട്ടോ. ഇത്രയും നമ്മൾ മൂപ്പിച്ചെടുക്കണേ. ഇങ്ങനെ ചെയ്താലാണ് ഇഞ്ചിപ്പുളി കഴിക്കുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ആ ഒരു പച്ച കുത്ത് കിട്ടാതിരിക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പൊടികളിലെല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളിലെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ശർക്കരപ്പൊടി ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്തേട്ടോ. ശർക്കര ചേർത്തപ്പോൾ തന്നെ ഇഞ്ചിപ്പുളിയുടെ ആ ഒരു കളർ അങ്ങോട്ട് മാറിയത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ഓൾറെഡി വറുത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് ചേർക്കുന്നത്. ഉലുവപ്പൊടി ചേർക്കുന്നത് തന്നെ ഇതൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഒരു തിക്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആവില്ല, അതുകൊണ്ടാണ് ഉലുവപ്പൊടി ചേർക്കുന്നത്. ഒരുപാട് ചേർക്കരുത്. 1/2 ടീസ്പൂണിന് കൂടുതൽ ചേർത്താൽ ഒരു കൈപ്രസം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണക്കാലം സീരീസിൻ്റെ ഇഞ്ചിപ്പുളി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് തിക്കാവും കേട്ടോ. അതിനാണ് നമ്മൾ ഉലുവ ചേർത്തിട്ടുള്ളതും. ഇപ്പം തന്നെ തിക്നെസ് ആയി തുടങ്ങിയിട്ടുണ്ട്. പുളിയും എരിവും മധുരവും എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള, അതേപോലെ ഇഞ്ചിയുടെ ആ ഒരു വറുത്ത ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ളൊരു
അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണ് ഇഞ്ചിപ്പുളി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അതൊരു വല്ലാത്ത സംതൃപ്തി തന്നെയാണ്. ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ചേർക്കുന്ന പുളിയുടെ അളവും ശർക്കരയുടെ അളവും എപ്പോഴും ബാലൻസ് ആയിരിക്കണം. ഒന്ന് കൂടുകയോ കുറവോ അല്ല, രണ്ടും ഒരുപോലെ ബാലൻസ് ആയിട്ടാണെങ്കിൽ ഇഞ്ചിപ്പുളി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മധുരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശർക്കര ചേർക്കാം, പക്ഷെ പഞ്ചസാര ഒരിക്കലും ചേർക്കരുത്, ഇതിന് ശർക്കര തന്നെ ചേർക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇഞ്ചി നല്ല കുനുകുനാന്നരിഞ്ഞ് അത് നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് കിട്ടരുത് ഇഞ്ചിപ്പുളിയിൽ. അപ്പോൾ പച്ചക്കുത്ത് കിട്ടാതിരുന്നാലാണ് ഈ ഇഞ്ചിപ്പുളി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സദ്യയിൽ വാഴയിൽ ചോറ് വിളമ്പി അതിൻ്റെ കൂടെ ഒരുപാട് വിഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചിപ്പുളിയും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാം. ഓണക്കാലം സീരീസിൻ്റെ ഈ 11ാമത്തെ എപ്പിസോഡായിട്ട് ഇഞ്ചിപ്പുളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഓണക്കാലം സീരീസ് ഇത്രയും സ്നേഹത്തോടെ കാണുകയും ഓരോ എപ്പിസോഡിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോൾ കൂടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇഞ്ചിപ്പുളി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അത്തപ്പൂക്കളൊക്കെ ഇട്ട് നല്ല അടിപൊളി സദ്യയൊക്കെ വെച്ച് കൂടെ പായസവും എല്ലാം കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചോളൂ ഉച്ചയ്ക്ക്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സേഫായിട്ടിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.